പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഈശോയോടൊന്നാകുന്ന ഒരു വലിയ അനുഭവം ഈ നിമിഷത്തിൽ ദൈവം എനിക്ക് തന്നു. ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു ദർശനം പോലെ കാണാനിടയായി. ഈശോ ഇങ്ങനെ നിൽക്കുന്നു. അതിൻ്റെ മുമ്പിൽ ഒരു പാത്രത്തിലാണോ കൊട്ടയ്ക്കകത്താണോ എന്ന് എനിക്കറിയില്ല, ഒരു കൊട്ട പൊടിമണ്ണോ മണ്ണോ ഏതാണ്ട് ഇരിക്കുന്നു. അപ്പോൾ ഈശോ എൻ്റെ ഉള്ളിലേക്ക് പറയുകയാണ്, ആ ഇരിക്കുന്ന മണ്ണാണ് നീ എന്ന്. ആ ഒരു കൊട്ട മണ്ണാണ് നീ. പക്ഷെ ഞാൻ നിൽക്കുന്നത്, എൻ്റെ മുമ്പിൽ ഈശോ നിൽക്കുന്നു, ഈശോയുടെ മുമ്പിൽ ഞാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആരാണെന്ന് എനിക്ക് സംശയം പോലെ തോന്നിയപ്പോൾ കർത്താവ് തന്നെ എൻ്റെ ഉള്ളിൽ പറഞ്ഞു, നിൻ്റെ ആത്മാവാണിതെന്ന്. അപ്പോൾ ഈശോയുടെ മുമ്പിൽ ആത്മാവ് നിന്ന് പ്രാർത്ഥിക്കുന്നു. പൂഴി മണ്ണാകുന്ന എൻ്റെ ശരീരം അവിടെ കൊട്ടയ്ക്കകത്തിരിക്കുന്നതാണ് ഞാൻ ഇന്നലെ കണ്ടത്. ഇന്ന് ആ പ്രാർത്ഥനയിലിരിക്കുന്ന സമയത്ത് വീണ്ടും അത് തന്നെ ഞാൻ കണ്ടു. ആ മണ്ണിലേക്ക് ഈശോ പ്രവേശിക്കുന്നു. ഈശോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ആ മണ്ണിലേക്ക് പ്രവേശിച്ച് അതിന് ജീവൻ കൊടുത്ത് നിൽക്കുന്നു ഞാൻ. അപ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ ജീവിതം മുഴുവനും ഞാൻ അവിടെ കണ്ടു. എൻ്റെ ജീവിതത്തിൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം ഒരു പ്രാർത്ഥന പോലും, എല്ലാവരും ഒരുപാട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ രാത്രി ജാഗരിച്ച് പ്രാർത്ഥിക്കുന്നില്ല, ഒന്നും ഞാൻ ചെയ്യുന്നില്ല. എല്ലാം ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവ് ചെയ്തതായിരുന്നു എന്ന ആ വലിയൊരു ബോധ്യം എൻ്റെ ശരീരം, ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഭാരപ്പെട്ട ഈ മണ്ണാകുന്ന ശരീരത്തെ ഇതാ ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് അങ്ങ് തരുവാണ്. ആ ഭാരം എനിക്ക് തന്നെ താങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഈ ശരീരത്തിൻ്റെ ഭാരത്തെ നീ ഏറ്റെടുത്ത് എന്നെ വഴി നടത്തണമേ എന്ന് മാത്രം എൻ്റെ അധരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് എന്നോടിങ്ങനെ പറയുന്ന പോലെ തോന്നി, ഗത്സമൻ തോട്ടത്തിൽ എൻ്റെ അടുത്ത് നീ ഇരിക്കുക. അത് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ആ സ്വരം ഇങ്ങനെ വരുമായിരുന്നു, ഗത്സമൻ തോട്ടത്തിൽ ഇരിക്കുന്ന എൻ്റെ അടുത്ത് നീ ഇരിക്കുക. ഒരു ചെറിയ പാട്ട് പോലും കർത്താവ് എനിക്ക് തന്നു. ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ആ കർത്താവിൻ്റെ കൂടെ നീ എൻ്റെ കൂടെ ഇരുന്നാൽ മതി, നീ എൻ്റെ കൂടെ ഇരുന്നാൽ മതി എന്ന് പറയുന്ന ഒരു സ്വരം മനസ്സിൽ നിന്ന് എല്ലാം പോയി. ബ്രദർ പറഞ്ഞ് കണ്ണ് തുറക്കാൻ പറഞ്ഞിട്ട് തുറക്കാൻ പറ്റുന്നില്ല. എൻ്റെ ജീവിതം മുഴുവനും കർത്താവിൻ്റെ കയ്യിലിരിക്കുന്നത്, അന്ത്യശ്വാസം വരെയും കർത്താവിൻ്റെ കയ്യിലിരിക്കുന്നത് അനുഭവിക്കുന്ന ഒരു വലിയ അനുഭവം ഈ പ്രാർത്ഥനയിലൂടെ കിട്ടി. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. ബ്രദറിനെ ദൈവം അനുഗ്രഹിക്കും. കൈയടിച്ച് നന്ദി പറയാം. ഇനിയും വരൂ. ഇതിങ്ങനെ കുറച്ച് പേര് പങ്കിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് അത് വലിയ ഒരു അനുഭവമായിട്ട് വരുന്നത്. സംശയക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ പ്രാർത്ഥനയുടെ സമയത്ത് ഭയങ്കര ഒരു സ്തുതിപ്പ്, എങ്ങാണ്ടൊന്നൊരു അടുത്ത ധ്യാനകേന്ദ്രത്തിൽ നിന്ന് വരുന്ന പോലെ ഭയങ്കരമായിട്ടൊരു സ്തുതിപ്പ് എൻ്റെ ചെവിയിൽ കണ്ടു. എവിടെ നിന്നാന്ന് എനിക്കറിയത്തില്ല. കൊളന്ന് കഴിഞ്ഞപ്പോൾ ആ സ്തുതിപ്പില്ല ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു സ്തുതിപ്പ് എൻ്റെ ചെവിക്കകത്ത് വന്ന് കയറി. എവിടെ നിന്നാണ് പിന്നെ ഒന്ന് കഴിയുമ്പോൾ ഇത് പ്രാർത്ഥനയിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കേൾക്കുന്നില്ല സ്വരം. ഉള്ളിൽ പോയി പ്രാർത്ഥിച്ചതിന്റെ അനുഭവം എന്തായിരുന്നു? അതിൻ്റെ ഒരു വല്ലാത്ത ഒരു അനുഭവം, എന്തോ ഒരു സമാധാനം, മനസ്സിനൊരു സമാധാന ശാന്തിയായിട്ടുണ്ടായിരുന്നു. അങ്ങ് പോയൊരു വിഷമങ്ങൾ, ഒത്തിരി മനസ്സിന്റെ ഒരു വേദനകൾ കുറെ കുറഞ്ഞ. കൈയടിച്ച് കർത്താൻ നന്ദി പറയാം. സഹോദരന്മാരാരെങ്കിലും ഒരാൾ കൂടി വരിക. അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ബ്രദർ പറഞ്ഞപ്പോഴത്തേക്കിനൊക്കെ വിശുദ്ധ യോഹന്നാൻ ക്രൂസിൻ്റെ അമ്മ ത്രേസ്യ പുണ്യവതിയുടെയും വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെയും ഒക്കെ ജീവചരിത്രങ്ങളൊക്കെ ഞാനിപ്പോഴും വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതലായിട്ട് പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്നുള്ള ഒരു പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തിലേക്കുള്ളത്. പിന്നെ ഗെത്സമേനി തോട്ടത്തിൻ്റെ ബ്രദർ ഇന്നലെയും പറഞ്ഞു, വിശുദ്ധ ഈ ഗെത്സമേനി തോട്ടത്തിൻ്റെ
അടുക്കലേക്ക് ഇരുന്നുള്ള ഒരു പ്രാർത്ഥന, ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഞാൻ ആയിരിക്കുമ്പോഴത്തേക്കിനെ അതേ മനോഭാവത്തിലൂടെ ഇരുന്നുള്ള ഒരു ധ്യാനമാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിശുദ്ധ യോഹന്നാൻ ക്രൂസിൻ്റെയും അമ്മത്രേസ്യയുടെയും കൊച്ചുത്രേസ്യയുടെയും ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഒരു തീക്കട്ട പോലെ, തീക്കനൽ പോലെ ആ സമയത്തൊക്കെ ആ വിശുദ്ധരുടെ ഒരു ദൈവാനുഭവമാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് അനുഭവിച്ചറിയുവാനായിട്ട് എനിക്ക് സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആ ഇരുട്ടിലേക്ക് ഇറങ്ങിയുള്ള ഒരു പ്രാർത്ഥന ഞാൻ ഇന്ന് ധ്യാനിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനാണേലും ഇരുമ്പ് കാന്തത്തെ ആകർഷിക്കുന്നത് പോലെ ഉള്ള ഒരു വലിയൊരു അനുഭവമാണ് എൻ്റെ ഹൃദയത്തിലേക്ക് ആ പരിശുദ്ധ കുർബാനയുടേതുപോലെയുള്ള വലിയൊരു ദൈവാനുഭവം ഞാനും ഈശോയുടെ ഒരു മണവാളനായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് അത് വലിയൊരു ദൈവാനുഭവത്തിലൂടെ ആകർഷിച്ചുകൊണ്ട് ആ പരിശുദ്ധ കുർബാന ആ കത്തി ജ്വലിക്കുന്നത് പോലെയുള്ള ഒരു വലിയൊരു തീക്കനൽ പോലെയുള്ള ഒരു ദൈവാനുഭവം എൻ്റെ ഹൃദയത്തിലേക്ക് എനിക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിച്ചു. കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണേലും ആ ഇരുട്ടിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് പോലെയുള്ള ഒരു വലിയൊരു ദൈവാനുഭവമായിരുന്നു. എനിക്ക് കണ്ണൊട്ടും തുറക്കാനേ സാധിക്കുന്നില്ലായിരുന്നു. ആ സമയത്തൊക്കെ ആണ് പെട്ടെന്ന് യെശയ്യായുടെ 6-ാം അധ്യായം ഇങ്ങനെ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ആ തീക്കനലു എൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത് പോലെയുള്ള ഒരു വലിയൊരു ദൈവാനുഭവം ഉണ്ടായപ്പോഴത്തേക്കിനാണ് ഈ ബ്രദർ ഉടനെ യെശയ്യാ 6-ാം അധ്യായത്തിൻ്റെ ആ കാര്യം ഉടനെ പറയുകയും ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഏറ്റവും കൂടുതലായിട്ട് ആ വിശുദ്ധ യോഹന്നാൻ ക്രൂസിനെയും അമ്മ ത്രേസ്യാപ്പനൂതയുടെയും കൊച്ചു ത്രേസ്യാപ്പനൂതയുടെ ആ വലിയൊരു ദൈവാനുഭവമാണ് എനിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ബ്രദർ പറഞ്ഞു ചിപ്സിന്റെ മേളിൽ ഇരുന്നു ഈ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അനുഭവം. അതേ അവസ്ഥ തന്നെ ഞാനും പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഇരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുള്ള അനുഭവങ്ങളൊക്കെയുണ്ട്. ഇപ്പോൾ എനിക്കതൊരു ബോധ്യമായി. ആഴത്തിലേക്ക് ഹൃദയം കർത്താവിലേക്ക് തുറന്നു കൊടുത്തുകൊണ്ട് ഇരുട്ടിൻ്റെ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരണം എന്നുള്ളൊരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ കടന്നുപോയ പ്രാർത്ഥനകൾ അല്ലെ നടത്തിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഒന്നും അല്ല എന്നുള്ളൊരു ബോധ്യം എൻ്റെ ജീവിതത്തിൽ ആഴങ്ങളിലേക്ക് എനിക്കിപ്പോൾ അനുഭവിച്ചറിയാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരുട്ടിൽ ചെന്നപ്പോൾ വേറെ വല്ലതൊക്കെ ആദ്യം കണ്ടോ? എന്നിട്ട് അതിനെ തിരസ്കരിച്ചപ്പോൾ അത് പോയോ? ഇല്ല, എനിക്ക് അത് ഈ ആഴത്തിലേക്ക് അങ്ങനെ ഇരുട്ട് തന്നെയായിരുന്നു. ആഴത്തിലേക്ക് അങ്ങ് തുടക്കത്തിൽ തന്നെ അതേ അനുഭവം തന്നെയായിരുന്നു. പരിശുദ്ധ കുർബാനയോട് എന്നിട്ട് ഇരുമ്പ് കാന്തത്തെ ആകർഷിക്കുന്ന പോലെ ഇരുട്ടിനെ ആകർഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇരുട്ട് നല്ല ഇരുട്ടാണല്ലേ? ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അതാണ് ഇരുട്ട് അന്ധകാരം എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ഇരുട്ട് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അദൃശ്യമായ ദൈവത്തിൻ്റെ വിശ്വാസത്തിലൂടെയുള്ള നമ്മളിലുള്ള സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. സാന്നിധ്യം അതൊരു ചിത്രമായിട്ടല്ല, ദൈവം തന്നെ. ഏത് ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തന്നെ നമ്മളിൽ എഴുന്നള്ളിയിരിക്കുന്ന ആ സാന്നിധ്യമാണ്. നെക്സ്റ്റ് പ്ലീസ്. യെസ്. ഇവിടെ എല്ലാവരും യോഹന്നാൻ ക്രൂസിന്റെ ആൾക്കാരായി പോയല്ലോ ഇല്ലേ? ഇനി അടുത്ത് വരുന്ന ആളെ ആരുടെയാണ്? പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഞാൻ പല ധ്യാനങ്ങൾക്കും പല പ്രാവശ്യം പല സ്ഥലങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുമ്പോഴെല്ലാം കണ്ണടയ്ക്കുമ്പോൾ ഇരുട്ട് കാണും. അപ്പം ഞാൻ ഓർക്കും, ദൈവമേ എനിക്ക് ഈ പ്രാർത്ഥനയുടെ ഒരു ചൈതന്യമൊന്നും കിട്ടുന്നില്ല, എനിക്ക് ദൈവിക ചൈതന്യമൊന്നുമില്ല, എപ്പോഴും പൈശാചികമായ ബന്ധനത്തിലാണ് ഞാൻ കഴിയുന്നത്. ഇരുട്ടിനെ കാണും ഞാൻ എപ്പോഴും ഇങ്ങനെ പഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ബ്രദറിൻ്റെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഇരുട്ടിനെ സ്നേഹിക്കണം, ഇരുട്ട് നമുക്ക് പ്രകാശം, ഇരുട്ടിലും നമുക്ക് പ്രകാശം കാണാൻ പറ്റും, ഈശോയുടെ പ്രകാശം കാണാൻ പറ്റും എന്നുള്ള ബോധ്യം വന്നപ്പോഴത്തേക്കിന് ഞാൻ അനുഭവിച്ച ആ ഇരുട്ടെല്ലാം പാഴാക്കി കളഞ്ഞല്ലോ എന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടുകയും അങ്ങനെ ഇപ്പോൾ ഈ പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഇരുട്ടിനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് ഈ മഞ്ഞുകട്ടയിലിരിക്കുന്ന ഒരു അനുഭവം പോലെ തണുത്ത് ഏകാന്തത്തിലേക്ക് പോവുകയും എൻ്റെ കണ്ണിൽ നിന്നറിയാതെ
ഞാൻ കരയുകയല്ല, പക്ഷേ എൻ്റെ കണ്ണിൽ നിന്നറിയാതെ ഇങ്ങനെ കണ്ണുനീരൊഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇത് തന്ന ദൈവത്തിന് നന്ദി പറയാം. അതുപോലെ തന്നെ ഈ തീക്കട്ട എവിടെ നിന്ന് കിട്ടും എന്ന് ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. തീക്കട്ട എവിടെ നിന്ന്? പക്ഷേ വിശുദ്ധ കുർബാന എന്നും നാവിൽ സ്വീകരിക്കും. സ്ഥിരം എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോയി പള്ളിയിലൊരു ശുശ്രൂഷയായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈശോയെ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അതാണ് തീക്കട്ട എന്നുള്ള ബോധ്യം ആഴത്തിൽ എനിക്ക് കിട്ടുകയും ചെയ്തിരിക്കുന്നു. ഇത് തന്ന യേശുവിന് 1000 നന്ദി സ്തോത്രം അർപ്പിക്കുന്നു. ബ്രദറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Anybody else? സഹോദരന്മാരാരെങ്കിലും? പ്രൈസ് ലോൺ. ബ്രദറിൻ്റെ മിനിസ്ട്രിയിലെ 40 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്ത ഒരു എളിയ ശുശ്രൂഷകനാണ്. പക്ഷേ ബ്രദർ പറഞ്ഞ ഈ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലൂടെ, ഫാസ്റ്റിങ്ങിലൂടെയുള്ള പ്രേയറിലൂടെ ഒന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് വലിയ വിഷമമായി പോയി. കാരണം ഈശോയുടെ കൂടെ ഇരുന്നിട്ട് അതല്ല പ്രാർത്ഥന എന്നുള്ള ഒരു ബ്രദർ പറഞ്ഞപ്പോഴേ, ഈശോയുടെ കൂടെ ആയിരിക്കുക, ഈശോയാണ് പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് നിന്നെ സഹായിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേ വലിയൊരു ബോധ്യവും ആഴത്തിലൊരു വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുവാനുള്ളൊരു അനുഭവം കിട്ടി. പിന്നെ ഈ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ കൂടെ തുടങ്ങിയപ്പോഴേ ഇരുട്ട് അങ്ങോട്ട് ഇരുട്ട് നിറഞ്ഞിട്ട് ബ്രദർ പറഞ്ഞു കണ്ണ് തുറക്കെ, രണ്ടാമത് പിന്നെ പറയുന്നതിന് മുമ്പായിട്ട് എൻ്റെ കാല് ഞാൻ പൊക്കി നോക്കി. അപ്പോൾ എവിടെ നിൽക്കുന്നെന്നുള്ള ഒരു സംശയം പോലെ, ഈ ഭൂമിയിലാണോ വേറെ വല്ലയിടത്തും ആണോ ഒരു സംശയം പോലെ. പിന്നെ ഞാൻ പെട്ടെന്ന് കാല് അതപ്പോൾ മനസ്സിലായി, എന്തോ ഒരു അനുഭവം, ദൈവാനുഭവത്തിലേക്ക് എന്നെ കർത്താവ് നയിച്ചൊരു ദൈവാനുഭവം എനിക്ക് കിട്ടി. അപ്പോൾ ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവം ഈ ഒരു ക്ലാസ്സിലൂടെ എൻ്റെ ജീവിതത്തിലൊരു ടച്ചിങ് ഉണ്ടായി. പ്രൈസ് ലോർഡ്. താങ്ക് യു മോൻസി. 40 ദിവസം ഉപവസിക്കുന്നത് ദൂഷ്യമൊന്നുമല്ല കേട്ടോ. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഞങ്ങളൊക്കെ 40 ദിവസം വെള്ളം മാത്രം കുടിച്ച് ഉപവസിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതിൻ്റെ അന്ന് ചിലപ്പോഴൊക്കെ നമുക്കിങ്ങനെ തോന്നാറുണ്ട്, ഞാൻ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച ആളാണ്, അങ്ങനെ ഒരു തോന്നൽ. കണ്ടോ, നമ്മൾ എന്തോ ഒരു വലിയ കാര്യം ചെയ്ത ഒരു മാതിരി. അതാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് അസീസി 40 ദിവസം ഉപവസിക്കാൻ തുടങ്ങി 39-ാം ദിവസം നിർത്തി എന്ന് പറഞ്ഞാൽ, ഞാൻ 40 ദിവസം ആയാൽ ചിലപ്പോൾ അത് അഹങ്കാരമായിരിക്കും എന്ന് ഉദ്ദേശിച്ചുകൊണ്ട്. അപ്പോൾ ഇപ്പോഴും ഉപവസിക്കാം, പ്രാർത്ഥിക്കാം, പക്ഷേ ഈ ബോധ്യത്തിലൂടെ പ്രാർത്ഥിക്കണം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ താഴ്ത്തുകയല്ല, അതിൻ്റെ ആശയം നമ്മൾ പ്രാർത്ഥിച്ചു എന്നുള്ള ഒന്ന് വിട്ടിട്ട് 40 ദിവസം ഉപവസിക്കുമ്പോൾ നമ്മുടെ ടീമിൽ തന്നെ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, ആരും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യരുത്, എന്നോട് ചോദിച്ച് പരിശുദ്ധാത്മാവ് അനുവദിക്കുമ്പോഴേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ദൈവം തന്നെ പ്രേരിപ്പിക്കുന്നതാണ് അത്. താങ്ക് യു. ഇനി ആരെങ്കിലും? എന്നാൽ നമുക്ക് ഇനി വീണ്ടും ഒന്നും കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കാം കേട്ടോ. ഇപ്പോൾ ഈ കിട്ടിയ ബോധ്യങ്ങൾ വെച്ചിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി നമ്മൾ ആ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇപ്പോൾ കുറേ പേർക്ക് ആദ്യം ഇതൊന്നും കിട്ടില്ല. ആദ്യം ഉണ്ടാകാൻ പോകുന്നത് കുറേ പല വിചാരങ്ങൾ ഇങ്ങനെ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ അരച്ചിങ്ങനെ വരും. ഇന്നേ വരെ ചിന്തിക്കാത്ത പല വിചാരങ്ങളെല്ലാം ഇങ്ങോട്ട് വരും. അപ്പോഴും വിഷമിക്കണ്ട. ഇത് ഈ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കണ മാതിരിയാണ്. ആദ്യം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടും, പിന്നെ സാവധാനം സ്റ്റഡിയാവും എന്ന് പറഞ്ഞ മാതിരി പ്രയർ വി ഹാവ് ടു പ്രാക്ടീസ്. അതാണ് മദർ തെരേസ പറയാറുണ്ട്, വെൻ യു വാണ്ട് ടു ലേൺ ടു പ്രേ, പ്രേ. പ്രാർത്ഥിക്കാൻ പഠിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുക. ഇപ്പോൾ സ്വിമ്മിങ് പഠിക്കാനായിട്ട് പുസ്തകം നോക്കിയിട്ട് സ്വിമ്മിങ് പഠിക്കാൻ പറ്റുമോ? സ്വിമ്മിങ് പഠിക്കണമെങ്കിൽ എന്ത് വേണം? വെള്ളത്തിൽ ചാടണം. കരക്കിരുന്നു കൊണ്ട് സ്വിമ്മിങ് പഠിക്കാൻ പറ്റുമോ? പുസ്തകത്തിൽ പഠിച്ചത് കൊണ്ട് സ്വിമ്മിങ് പഠിക്കാൻ പറ്റുമോ? എന്ന മാതിരി തന്നെയാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിലൂടെയാണ് പ്രാർത്ഥന പഠിക്കുന്നത്. ഈശോ തന്നെയാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും സന്തോഷകരമായ പ്രവൃത്തിയാണത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയുടെ ഇപ്പം നമ്മൾ പലതും
അങ്ങനെയൊക്കെ മുമ്പ് അങ്ങനെ ചെയ്തു എന്ന് വെച്ച് വിഷമിക്കണ്ട. അതാണ് പൗലോസ് പറഞ്ഞത്, പൂർണ്ണമായവ വരുമ്പോൾ അപൂർണമായവ താനെ അസ്തമിക്കും. അപ്പോൾ ആദ്യകാലങ്ങളിൽ നമ്മളിൽ ചില അപൂർണമായ പ്രാരംഭത്തിൻ്റെ ദശകളുണ്ടാകാം. പക്ഷേ നമ്മൾ വളർന്നു കഴിയുമ്പോൾ ആ പ്രാരംഭമായി മാറി പൂർണ്ണതയിലേക്ക് വന്നു കഴിയുമ്പോഴാണ്. അതുകൊണ്ടാണ് ചെറിയ ഒരു സമൂഹത്തെ ഇങ്ങനെയൊക്കെയുള്ള ധ്യാനത്തിന് വേണ്ടി കർത്താവ് കൊണ്ടുവരുന്നതും. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ചെറിയൊരു സമൂഹം. ഞാൻ വെറും 4 സിസ്റ്റേഴ്സിനെ കോണ്ടംപ്ലേറ്റീവ് കോൺവെൻറ്റിൽ ഒരിക്കലൊരു സിസ്റ്റേഴ്സ് എനിക്ക് എഴുതി, നീ 4 പേരെ ഞങ്ങളിവിടെ ഉള്ളൂ, ഞങ്ങൾ മിണ്ടാമടമാണ്, കോണ്ടംപ്ലേഷനാണ്, നീ ഞങ്ങളെ വന്ന് ധ്യാനിപ്പിക്കുമോ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. അങ്ങനെ ആ 4 സിസ്റ്റേഴ്സിന് വേണ്ടി മാത്രം ഞാൻ പോയി ധ്യാനിപ്പിച്ചിട്ടുണ്ട്. എന്തോ ഒരു ദൈവാനുഭവമായിരുന്നു എനിക്ക് തന്നെ. ഒരുപാട് വലിയ വെളിപാടുകൾ എനിക്ക് അന്ന് കിട്ടി എന്നുള്ളതാണ്. അതാണ് നമ്മൾ ആളുകളുടെ നമ്പറിലല്ല നോക്കേണ്ടത്, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നും. ചിലപ്പോൾ ഒരു വ്യക്തിയിലൂടെ കർത്താവിന് ലോകം മുഴുവനും വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒരു വ്യക്തി, അതാണ് ഇമ്പോർട്ടൻ്റ്. ഏലിയ ഒരു വ്യക്തി. ഏലിയായോടൊപ്പം എന്തോരം പ്രവാചകന്മാരുണ്ടായിരുന്നു? 400 പ്രവാചകന്മാരും ഏലിയായെ അല്ലെങ്കിൽ കർത്താവിനെ വിട്ടു. അപ്പോൾ ഇസ്രായേൽ ജനം നോക്കുമ്പോൾ എന്താ, 400 പേര് വിശ്വസിക്കണോ അതേ ഒരാൾ വിശ്വസിക്കണോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ആ പൂജാരി പറഞ്ഞത്, നീ 2% ആൾക്കാരും എന്ത് ചെയ്യാനാ, ഞങ്ങൾ 98% ആൾക്കാരും വിശ്വസിക്കുന്നതിൽ പോന്നൂടെ. വിശ്വാസത്തിൻ്റെ അങ്ങനെയല്ല കാഴ്ചപ്പാട്. അപ്പോൾ അതാണ് ഏലിയ പറഞ്ഞു, ഇസ്രായേൽ ജനമേ നിങ്ങൾ കേൾക്കുവിൻ, ഞാൻ ആരാധിക്കുന്ന വിശ്വസിക്കുന്ന ദൈവമാണ് സത്യദൈവം, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവ്, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവം. ഇവരെല്ലാവരും ആ ദൈവത്തെ വിട്ടു. ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇതാ, ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു ബലിയർപ്പണം നടത്താം. നിങ്ങൾ 400 പേര് ബലിയർപ്പിക്കുവിൻ, ബലിക്ക് തീ കൊളുത്തരുത്. ഞാനും ബലിയർപ്പിക്കാം, തീ കൊളുത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് ഏത് ബലിയിലാണ് തീ വരുന്നത്, അതാണ് യഥാർത്ഥ ദൈവം. എല്ലാവരും പാസാക്കി. അങ്ങനെ 400 പേര് പ്രവാചകന്മാർ ബലിയർപ്പിച്ച് അവരുടെ ദൈവത്വമോ അവർ വിചാരിക്കണത് ദൈവമാണെന്ന് വിചാരിക്കണ അതിനോടെല്ലാം പ്രാർത്ഥിച്ചിട്ടും തീ വന്നില്ല. എന്നാൽ അതാണ് ഏലിയ ഒരാള് 400 പേര് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ഒന്നും സംഭവിച്ചില്ല. എന്നാൽ ഏലിയ ഒരാള് ബലിയർപ്പിച്ചുകൊണ്ട്, അതാണ് ആ വിശ്വാസം. കർത്താവേ എനിക്ക് ഉത്തരമരുളണമേ, കർത്താവേ എനിക്ക് ഉത്തരമരുളണമേ, കർത്താവേ എനിക്ക് ഉത്തരമരുളണമേ. അങ്ങാണ് സത്യദൈവം, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഏകദൈവം അങ്ങാണ്, അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും ദൈവം അങ്ങാണ്. എനിക്ക് ഉത്തരമരുളണമേ, അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. ഇതാ അഗ്നി ഇറങ്ങി വന്നു. ഇതാണ് വിശുദ്ധ കുർബാനയിലെ എപ്പിക്ലേസിസ്. മലങ്കര കുർബാനയിൽ ഈ പ്രാർത്ഥനയാണ്, എനിക്ക് ഉത്തരമരുളണമേ, എനിക്ക് ഉത്തരമരുളണമേ, എനിക്ക് ഉത്തരമരുളണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏലിയ കരഞ്ഞ പ്രാർത്ഥനയാണത്. ഇതിന്റെ എല്ലാ അർത്ഥം ഇതാണ്, നമ്മൾ കുറെ നമ്പറിലല്ല, ഒരു വ്യക്തി ആത്മാവ് കൊണ്ട് ജ്വലിക്കുമ്പോൾ ആ ഒരു വ്യക്തിയിലൂടെ ലോകം മുഴുവനിലേക്കും തീ കത്തി പടരുന്ന ഒരു സംവിധാനമാണ് കർത്താവിൻ്റേത്. ഇതാണ് ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. കേട്ടോ, ലോകത്തിന്റെ അതിർത്തിയിലേക്ക് ചെല്ലുന്നു. അത് ഈ കോണ്ടംപ്ലേഷനാണ്. നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകുന്ന ആ ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ പ്രസാദവരം നമ്മുടെ ആത്മാവിന് മാത്രമുള്ളതല്ല. അതിൻ്റെ ബൈ ഡിഫോൾട്ട്
അതിൻ്റെ നിയോഗം തന്നെ നമ്മുടെ ആത്മാവിൽ നിന്ന് അത് ലോകം മുഴുവനിലേക്കും ഒഴുകാൻ വേണ്ടിയാണ്. അതാണ് കൊച്ചു ത്രേസ്യ വേറെ എങ്ങും പോയില്ല. ആ ലിസിയിലെ ആ സെല്ലിലിരുന്ന് ഇങ്ങനെ ലയിച്ചിരുന്നു, പ്രാർത്ഥിച്ചു. ഇന്ന് കൊച്ചു ത്രേസ്യ ലോകം മുഴുവൻ ഉണ്ടോ? ഉണ്ടോ? നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കൊച്ചു ത്രേസ്യ അറിയാത്ത ഒരു ഭവനമുണ്ടോ? ഞാൻ ലിസിയിൽ ഒരുപാട് നാൾ താമസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അന്നെല്ലാം എന്നെ കോരിത്തരിപ്പിക്കുന്ന. അത് കഴിഞ്ഞ് ഞാൻ ലിസിയിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിലെ അമ്മ പറയാണിത് കൊച്ചു ത്രേസ്യയുടെ രൂപം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഞങ്ങളെ പിൽഗ്രിം ആയിട്ട് ഓരോ ആഴ്ച അല്ലെങ്കിൽ ഇത്ര ഒരു മാസം കഴിഞ്ഞിട്ട് എന്ന പോലെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് അടുത്ത വീട്ടിൽ. ഞാൻ പറഞ്ഞേടി മിടിക്ക്, നീ ഇങ്ങനെ വീട് തോറും ഇങ്ങനെ കയറി നടക്കുകയാണ് നമ്മുടെ കേരളത്തിലല്ലേ? ആണോ അല്ലയോ? അപ്പോൾ അതിൻ്റെ എല്ലാം ആത്മീയതയുടെ രഹസ്യം ആ ഉള്ളിൻ്റെ ഉള്ളിൽ ലയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലൂടെ ലോകം മുഴുവനിലും വലിയ കാര്യം ചെയ്യും എന്നതാണ്. നമുക്ക് കണ്ണടച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ വീണ്ടും കയറാം. ഉള്ളിൻ്റെ ഉള്ളിലാ ഗുഹ അല്ലെങ്കിൽ മണിയറ അല്ലെങ്കിൽ ആ ഇരുട്ടറ, അവിടെയുള്ള ആ ഇരുട്ട് എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ ചിന്തകളും വിടുന്നു, കഥകടയ്ക്കുന്നു. നമ്മളൊന്നിനും വേണ്ടി പ്രാർത്ഥിക്കുന്നേയില്ല, നമ്മളൊന്നും ആഗ്രഹിക്കുന്നില്ല, ഒന്നും ചിന്തിക്കുന്നില്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെല്ലാം വിടുന്നു. എന്നിട്ട് ഈശോ മാത്രം, നമ്മുടെ മണവാളനായ ഈശോ, നമ്മുടെ ആത്മാവ് മണവാട്ടിയും ഈശോ മണവാളനും സ്നേഹിക്കുക, സ്നേഹിക്കുക, വിശ്വസിക്കുക. ദൈവസാന്നിധ്യം, ദൈവം അവിടെ സന്നിഹിതനാണ്. ദൈവം അവിടെ സന്നിഹിതനാണ്. എനിക്ക് ദൈവത്തിൽ നിന്നുള്ള ഒരു സമ്മാനവും ത്തേക്കാൾ കൂടുതൽ എനിക്ക് വേണ്ട സമ്മാനം ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ ദാനം എന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. ഞാൻ അറിയുന്നു ഈശോയെ, ഞാൻ അറിയുന്നു ദൈവത്തിൻ്റെ ദാനം ദൈവം തന്നെയാണ്. ദൈവത്തെ തന്നെ മുഴുവനും തരുന്നു. എനിക്കെൻ്റെ മണവാളനെ വേണം. ഓ എൻ്റെ മണവാള, എൻ്റെ ആത്മാവങ്ങയോടൊട്ടി ചേർന്നിരിക്കുന്നു. നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ നമ്മളൊന്നും ചെയ്യണ്ട. നമ്മൾ ഈശോയെ സ്നേഹിക്കുക. ഈശോ നമ്മളെ സ്നേഹിക്കുന്നു. വിശ്വസിക്കുക, ഈശോ അവിടെയുണ്ട്. വരുന്ന ചിന്തകളെല്ലാം തിരസ്കരിക്കുക. എനിക്കതൊന്നും വേണ്ട. ഓരോ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാം തിരസ്കരിക്കുക. എനിക്കിപ്പോൾ അതൊന്നും ചിന്തിക്കണ്ട. എനിക്ക് എൻ്റെ ഈശോ മാത്രം മതി. പൂർണ്ണ ലയനത്തിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആത്മാവിലേക്ക് എന്തോ ഒഴുകുന്ന പോലെ. എന്താണെന്നറിയില്ല, നമ്മളറിയണ്ട. പിതാവിനറിയാം. പിതാവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് അഗ്രാഹ്യമാണ്. കണ്ണ് കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സിന് അഗ്രാഹ്യമായിട്ടുള്ളതാണ്. എന്നാൽ വിശ്വസിക്കുന്നു, അതെനിക്ക് തരൂ, അതെനിക്ക് വേണം, അതെനിക്ക് തന്നോളൂ, ഞാനത് സ്വീകരിക്കാം. അതെൻ്റെ ജീവിതത്തിൽ വലിയ സംഭവം നടത്തും.
കണ്ണു കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സ് നിരൂപിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ദൈവം നമ്മൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്. ഓ ദൈവമേ, അതെനിക്ക് തരണേ, അതെൻ്റെ ആത്മാവിലേക്ക് ഒഴുകണമേ. ഓ ജ്ഞാനമേ, ഈ അവസ്ഥ, ഈ ലയനത്തിലായിരിക്കുക. നമുക്ക് ഈ ലയനം വിട്ടുപോകില്ല. ഈ ലയനത്തിലായിരിക്കെ നമുക്കിനി പ്രവൃത്തികൾ ചെയ്യാം. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം. ഈ ലയനത്തിൽ ആയിരുന്നു കൊണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ, വേറെ ഒന്നിലേക്കും മനസ്സ് പോകാതെ, ഈ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയുടെ സാന്നിധ്യത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. 8:45 എല്ലാവരും തിരിച്ചെത്തുന്നു. പൂർണ്ണ മൗനതയിലായിരിക്കുക. നിങ്ങളൊന്നും സംസാരിക്കരുത്. ഈ സാന്നിധ്യം തുടർന്നുകൊണ്ടിരിക്കും. ഭക്ഷണം കഴിക്കാം, എല്ലാം ചെയ്യാം. വേറെ ഒന്നും സംസാരിക്കരുത്. ടോപ്പിക്ക് മാറരുത്. പ്രൈസ് ദി ലോർഡ്.